History is the witness of the past, the light of the truth, the living memory, the teacher of life, the messenger of antiquity, says Marcus Tullius Cicero. Today, as we launch BA History course and Historical Society, we expect to create a generation who remembers the past. As Theodore Roosevelt opines, the more you know about the past, the better prepared you are for the future. For the subject of history is the life of people and humanity. History is the witness that testifies to the passing of time. It illumines reality, vitalizes memory, provides guidance in daily life, and brings us tidings of antiquities. Without severing our ties with the passing time, let's set the stage in motion. Good morning, one and all. The function of a prayer is not to influence God, but rather to change the nature of the one who prays. Let's all rise up for a silent prayer. Thank you. Please be seated. I welcome Ms. Rishma PV, Head of the Department History, for the welcome address. Good morning all. ഒരുപാട് നാളത്തെ ഒരുപാട് പേരുടെ പ്രയത്നം, ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകൾ, ഒരുപാട് പേരുടെ സഹകരണം, അതിനൊക്കെ ഒടുവിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹിസ്റ്ററി സൊസൈറ്റിയുടെയും ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. സ്വാഗതമാണ് എൻ്റെ കർത്തവ്യം. അതിനു മുൻപ് ഒരാളെ ഞാനിവിടെ നമ്മളെല്ലാവരും നിർബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരാളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ചിലപ്പോൾ അയാളെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളെല്ലാവരും കേട്ടിരിക്കേണ്ട ഒരാൾ തന്നെയാണ് അദ്ദേഹം. CNN അതുപോലെ തന്നെ റിലയൻസും എല്ലാം ദ ബെസ്റ്റ് ഓർ ദ റിയൽ ഹീറോസ് ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്തൊരു മനുഷ്യൻ. BBC 2020 ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അക്ഷരാഭ്യാസമില്ലാത്ത ഒരു പഴക്കച്ചവടക്കാരൻ കണ്ട സ്വപ്നം എന്ന പേരിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മനുഷ്യനെ കുറിച്ചിട്ട്. സർവോപരി കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യത്തെ 4ാമത്തെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സിവിലിയൻ ബഹുമതി സ്വീകരിച്ച ഒരു മനുഷ്യൻ. ആരാണ് അദ്ദേഹം? ആരായിരുന്നു? ഹബജ എന്ന പേര് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഹരേകല ഹബജ. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അദ്ദേഹം വലിയൊരു പണക്കാരനൊന്നും ആയിരുന്നില്ല. ബാംഗ്ലൂർ തെരുവുകളിൽ ഓറഞ്ച് വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു നിമിഷം ഒരു വൈദേശികനായിട്ടുള്ള ആൾ വന്നിട്ട് പറയുന്നു, ഓറഞ്ച് വില ചോദിക്കുന്നു. അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. അദ്ദേഹം തീർത്തും നിരക്ഷരനായിരുന്നു. അന്ന് അദ്ദേഹം എടുത്തൊരു ശബ്ദമാണ്, തൻ്റെ ഗ്രാമത്തിലെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ചെയ്യണമെന്നുള്ളത്. വലിയ പണക്കാരനായിരുന്നില്ല. നമുക്കറിയാം ഒരു ഓറഞ്ച് വിറ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ലാഭം കിട്ടുമെന്ന്. അദ്ദേഹം ലാഭത്തിനെ കുറിച്ചിട്ടല്ല ചിന്തിച്ചത്. അദ്ദേഹം ചിന്തിച്ചത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? തൻ്റെ സമൂഹത്തിനുണ്ടാകാൻ പോകുന്ന, ഉണ്ടാകേണ്ടിയിരിക്കുന്ന മാറ്റത്തിനെ കുറിച്ചിട്ടാണ്. സോ ഇത്തരത്തിലൊരു കോഴ്സ് തുടങ്ങുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ ഒരു മാതൃകയാക്കാൻ, നമ്മളെല്ലാവരും മാതൃകയാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അദ്ദേഹം എന്താ പറയുന്നത്, കേരളം സങ്കുചിതമായിട്ടുള്ള ഒരു ആത്മബോധം അല്ലെങ്കിൽ ആത്മസ്വത്വം എന്നതിനപ്പുറത്തോട്ട് അദ്ദേഹം ആഗ്രഹിച്ചത് താനും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ താനും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് സ്വത്വത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുമ്പോൾ ബാക്കിയുള്ള മറ്റേത് വിഷയത്തെക്കാൾ ഉപരി അത്തരത്തിലൊരു സ്വത്വബോധമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രോഗ്രാമിനും എപ്പോഴും നമ്മുടെ കൂടെ ഒരു എനർജി പാക്കായിട്ട് നിൽക്കുന്ന നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ഡോക്ടർ രതി തമ്പാട്ടെ മാമിനെ തികഞ്ഞ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുന്നത് ഹിസ്റ്ററിക്കാർക്കാണെങ്കിൽ അറിയാം, ഒരു പുസ്തകമുണ്ട്, ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, എൽ ഭാഷാമിൻ്റെ പുസ്തകമാണ്. പക്ഷെ അതുപോലെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ദ വണ്ടർ ദാറ്റ് വാസ് ആഷ്ലി സോ എന്ന് പറയാൻ കാരണം
ഒരു ദയാപുരത്തിൻ്റെ നമ്മുടെ കോളേജിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും അതുപോലെ തന്നെ സെയിൻറ്റ് സ്റ്റീഫൻ കോളേജിൽ ഒരു അക്കാദമിക് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അതുപോലെ തന്നെ ഡീൽ ചെയ്യുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ചലനങ്ങൾക്കും തൻ്റേതായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. അത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ NP ആഷ്ലി സർ നമ്മുടെ കൂടെ ഓൺലൈനായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. സാറിൻ്റെ ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെയധികം സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ സ്വന്തം CT സാറാണ്. നമ്മുടെ കോളേജിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ദയാപുരത്തിൻ്റെ സ്വന്തം CT സാർ. സാറിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല, കാരണം സാർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ സാറിൻ്റെ ഓരോ പ്രാവശ്യം നമ്മൾ സാറിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. സാറിനെ ഒരു ഔപചാരികതയുടെ പേരിൽ മാത്രം നമ്മുടെ ഈ പ്രോഗ്രാമിലോട്ട് ഞാൻ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹമാണ് നമുക്ക് പാട്രൺസ് മെസ്സേജ് നൽകുന്നത്. സർ പ്ലീസ് വെൽക്കം ടു ദ പ്രോഗ്രാം. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ താല്പര്യമുള്ള ഒരു അധ്യാപകനെയോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും കേട്ടിരിക്കുന്ന ഒരു പേരാണ് പ്രൊഫസർ ഉമാ ചക്രവർത്തി എന്ന് പറയുന്നത്. ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിയനാണ്, ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയനാണ്, ഫിലിം മേക്കറാണ്. മാമിൻ്റെ ജെൻഡറിങ് കാസ്റ്റുമുള്ള പുസ്തകങ്ങളും അതുപോലെ ബാക്കിയുള്ള മാമിൻ്റെ ആർട്ടിക്കിൾസും ഫിലിംസും ഒക്കെ കാണുന്ന സമയത്ത് ആസ് എ ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ ഹിസ്റ്ററിയോട് താല്പര്യമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചിന്തിക്കാനുള്ള പുതിയ ധാരകളാണ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന പുതിയ മാർഗങ്ങളാണ് മാം എപ്പോഴും നമുക്ക് തുറന്നു തന്നിട്ടുള്ളത്. സോ മാം ആണ് നമ്മുടെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മാം ഇവിടെ ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ മാമിൻ്റെ അസാന്നിധ്യത്തിലാണെങ്കിൽ പോലും മാമിനെ ഞാൻ ഔപചാരികമായി നമുക്ക് എല്ലാവർക്കും വേണ്ടി തികഞ്ഞ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ കേരളം, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അഭിരമിക്കുന്ന ആളുകളാണല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇന്ന് കൂടുതൽ കേൾക്കുന്ന അല്ലെങ്കിൽ അനേകം കേൾക്കേണ്ടിയിരിക്കുന്ന ഒരു വാഗ്മി ആരാണ്? അദ്ദേഹം the one and only സുനിൽ പി ഇളയിടം സർ, ഡോക്ടർ സുനിൽ പി ഇളയിടം. അദ്ദേഹമാണ് നമ്മുടെ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നത്. സാറിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ വിചാരിക്കുന്നത് സാറിനെ കുറിച്ച് സാർ അറിയാതെ സമൂഹത്തിൽ ഇരല പോലും അനങ്ങില്ല എന്നുള്ളതാണ്. കാരണം സാർ അത്രയും കീനായിട്ട് സൊസൈറ്റിയിലുള്ള എല്ലാ ചേഞ്ചസിനെയും ഒബ്സർവ് ചെയ്യുകയും തന്നെ നിലപാട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സുനിൽ പി ഇളയിടം എന്ന് പറയുന്നത്. സോ സാറിനെ നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഔപചാരികമായി ഈ സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാറിൻ്റെ സാന്നിധ്യത്തിൽ സാറിനെ ഇങ്ങനെ ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരിപാടിക്ക് ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് അവിടുത്തെ ചരിത്ര വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ പ്രിയ പേലിക്കോട് മാമിനെ തികഞ്ഞ സ്നേഹത്തോടു കൂടിയിട്ട് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ മുഖ്യ പ്രഭാഷകൻ പ്രൊഫസർ A മുഹമ്മദ് മഹീൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗം മേധാവിയാണ്. ഒരു സന്തോഷം കൂടുതൽ അറിയിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇവിടെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷണിക്കുകയും അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും ചെയ്തത്. പക്ഷേ മുൻപ് നമ്മുടെ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ഇനാഗുറേഷൻ ഏറ്റെടുക്കാമെന്നും ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്ന ഡോക്ടർ ആദിത്യ പ്രതാപ് DO സാറിന് ചില അസൗകര്യങ്ങൾ മൂലം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ സാറിനെ കാണുകയും സാറിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ ക്ലബിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടന കർമ്മം കൂടെ നിർവഹിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് തികഞ്ഞ സന്തോഷത്തോട് കൂടിയിട്ട് ഏറ്റെടുക്കുകയും ചെയ്ത സാറാണ് മഹീൻ സാറ്. സോ സാറിനെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഹിസ്റ്ററി കുടുംബത്തിന് വേണ്ടിയിട്ട് ദയാപുരം കോളേജിന് വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചടങ്ങിന് ഔപചാരികമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നത് ഹിസ്റ്ററി സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഫാത്തിമ അൻഷയാണ്. അൻഷയെ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടെ സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന 2 പേര് കൂടിയുണ്ട്. നമ്മുടെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ MM ബഷീർ സാറിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്, സാറിനോട് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ നമ്മളെല്ലാവരും ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സെയിൻറ്റ് സ്റ്റീഫൻ കോളേജിൽ ഡോക്ടർ ആദിത്യ പ്രതാപ് DO സാർ ആയിരുന്നു നമ്മുടെ ക്ലബിൻ്റെ ഇനാഗുറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാർ ചില ബുദ്ധിമുട്ട് കാരണം എത്താൻ പറ്റിയില്ല. സാറിനെയും കൂടെ ഞാൻ ഈ പ്രോഗ്രാമിലായിട്ട് സ്വാഗതം ചെയ്യുന്നു സാറിൻ്റെ സാന്നിധ്യത്തിൽ. ഇനി പറയാനുള്ളത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ കോളേജുകളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള വിവിധ സ്കൂളുകളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള അധ്യാപകരുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. എല്ലാവരെയും ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യുന്നു. Last but not the least, the Yapuram family, the teachers, non-teaching staff and my dear children, നിങ്ങൾ എല്ലാവരെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഔപചാരികരുടെ പേരിൽ മാത്രം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തോട് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ മാമിനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ടിജി സാർ നമ്മുടെ ഫാമിലിയുടെ ഹെഡിനെ നമ്മൾ ആരും അങ്ങനെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ സാറിനെയും കൂടെ നമ്മുടെ ഔപചാരികരുടെ പേരിൽ മാത്രം ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.
I take this opportunity to welcome our dear principal, Dr. Radhi Tampadi, Dayapuram Arts and Science College, to chair the event. പുറത്തുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, വിദ്യാർത്ഥിനികളെ, മറ്റ് സ്കൂളിൽ നിന്നും മറ്റ് കോളേജുകളിൽ നിന്നും ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ വിനീതമായ നമസ്കാരം. കോഴിക്കോട്, ചരിത്രത്തിലെ കോഴിക്കോടിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയും കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ കോളേജിൽ പുതുതായി ഒരു ചരിത്ര വിഭാഗം തുടങ്ങുന്ന സുവർണ നിമിഷം. കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരുന്നു. സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും കലകളുടെയും ചെങ്ങാത്തത്വത്തിൻ്റെയും ജാതിമത മൈത്രിയുടെയും അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ബിസിനസ്സിൻ്റെ, ഇപ്പം ലിറ്ററേച്ചർ, സാഹിത്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേശവമേനോൻ മുതൽക്ക് തിക്കോടിയൻ, ഉറൂബ്, MT, അങ്ങനെ അങ്ങനെ എത്ര ആൾക്കാരുടെ പേരുകൾ നമുക്ക് പറയാൻ പറ്റും. സിനിമയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര എത്ര സംവിധായകർ, അഭിനേതാക്കൾ, ഗാനരചയിതാക്കൾ, അവരുടെ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല, എനിക്ക് അനുവദിച്ച സമയം 2 മിനിറ്റാണ്. അതുകൊണ്ട് ഇനി ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതിയ സാഹിത്യ കൃതികൾ, അല്ലെങ്കിൽ അപ്പു നെടുങ്ങാടി തുടങ്ങിയിട്ടുള്ള ആൾക്കാരിനെയൊക്കെ സ്മരിക്കാം. അങ്ങനെ നമുക്ക് പല കാര്യങ്ങളിൽ കൊണ്ടും നമുക്ക് കോഴിക്കോടിനെ നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. മാത്രമല്ല, എൻ്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട്, അതായത് സാമൂതിരി കുടുംബത്തോട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകളും മിത്തുകളും ഉണ്ട് പറയാൻ. സാമൂതിരി രാജാക്കന്മാരെ കുറിച്ചും, വിജ്ഞാനത്തിന് മാറ്റുരച്ചിരുന്ന രേവതി പട്ടത്താനത്തിനെ കുറിച്ചും, കൃഷ്ണനാട്ടം എഴുതിയ മാനവേദ കവിയെക്കുറിച്ചും, അങ്ങനെ അങ്ങനെ ഒരുപാട്. മാത്രമല്ല, മരയ്ക്കാന്മാരുടെ കോഴിക്കോട് കാത്തു സൂക്ഷിച്ചിരുന്ന കഥകൾ ഒട്ടേറെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അക്കൂട്ടത്തിൽ ഇവിടെ ഈ കോഴിക്കോടിൽ ചെറിയൊരു കോളേജ് എന്ന് പറയുമ്പോൾ ഒരു 20കാരിയായ ഒരു കോളേജ്, ആ കോളേജിന്റെ നെറുകയിൽ ഉള്ള കിരീടത്തിന് ഒരു പൊൻതൂവൽ ചാർത്തുന്ന നിമിഷമാണത്. ഇവിടെ ചരിത്ര വിഭാഗം തുടങ്ങുന്നു. ഈ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കോളേജിലും ഇല്ലാത്ത ഒരു പ്രത്യേകത, ഇവിടെ ഈ കോളേജ് നയിക്കുന്നത്, ഇതിൻ്റെ അമരത്തിരിക്കുന്നത് 2 വിശിഷ്ട വ്യക്തിത്വങ്ങളാണ്. പറയാതിരിക്കാൻ നിവർത്തില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അശരണരുടെയും അഗതികളുടെയും ഉന്നമനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മഹാത്മാവ് ഇതിൻ്റെ പുറകിലുണ്ട്, നമ്മുടെ സ്വന്തം CT സാറ്. മാത്രമല്ല, ഇവിടുത്തെ വിജ്ഞാന ലോകം അക്ഷരങ്ങളുടെ ചക്രവർത്തി എന്ന ഓമന പേരിട്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ബഷീർ സാർ, ഇവരുടെ നേതൃത്വത്തിൽ ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ അവർ ആജ്ഞാപിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നതാണ് ഒരു പ്രിൻസിപ്പൽ നിലയിൽ എൻ്റെ കർത്തവ്യം. അതായത് ബാക്കി ഒരു കോളേജിലും ഇല്ലാത്തതുമാതിരി അക്കാഡമീഷ്യൻസ് പിന്തുണയ്ക്കുന്ന സാധാരണക്കാരായ അധ്യാപക സമൂഹം നയിക്കുന്ന ഒരു കോളേജ്. എങ്ങനെയാവണം ഒരു കോളേജ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഇതിൻ്റെ അമരത്തിരിക്കുന്നവർക്കുണ്ട്. ഇവിടെ രാഷ്ട്രീയമോ മത ജാതി വിഘടനങ്ങളോ അല്ലെങ്കിൽ യാതൊന്നും ഇവിടെ സമ്മതിക്കുന്നില്ല.
അപ്പം ഇവിടെ ഈ കോളേജിൻ്റെ ഈ ചരിത്ര വിഭാഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ നമുക്ക് ഉമാ ചക്രവർത്തി പോലുള്ള ആൾക്കാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ആശംസാ പ്രസംഗത്തിന് വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. സുനിൽ പി ഇളയിടം, ഡോക്ടർ പ്രിയ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. ആർട്സ് കോളേജിലെ ടീച്ചറാണ്, വന്നിട്ടുണ്ട്. ഇനി ചരിത്രത്തെക്കുറിച്ച് നമ്മെ കാര്യമായിട്ട് പഠിപ്പിക്കാൻ ഇവിടുത്തെ ഹിസ്റ്ററി സൊസൈറ്റി ഇനോഗ്രേറ്റ് ചെയ്യാൻ കിട്ടിയത് ചരിത്രാന്വേഷികൾ നിരന്തരം ശല്യപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അതാണ് നമ്മുടെ മുഹമ്മദ് മാഹിൻ സർ. അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മളുടെ ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അധ്യക്ഷ പ്രസംഗം 2 മിനിറ്റാണ് എനിക്ക് തന്നത്. എന്നാൽ ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. എനിക്ക് ഈയിടെ ഒരു ഫോട്ടോ അയച്ചു തന്നു. കോഴിക്കോട് നിന്നുള്ള ബാനർ ബാക്കിൽ വെച്ചുകൊണ്ടൊരു ഫോട്ടോ. ഇത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ സ്ഥലം പറഞ്ഞു പോർട്ട് ബ്ലെയർ എന്ന് എടുത്ത ഫോട്ടോ ആണ്, ആൻഡമാനിൽ. അവിടെ അങ്ങനെ കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഈ കോഴിക്കോട് നിന്ന് അവിടെ? അപ്പോൾ ഈ കേരളത്തിൽ നിന്ന് പോയ ഓരോരുത്തരും, അവിടെ കോട്ടയം ഉണ്ട്, എറണാകുളം ഉണ്ട്, ആലപ്പുഴ ഉണ്ട്, ഓരോ ജില്ലകളിൽ നിന്ന് പോയവരെ അവരവരുടെ പേര് അവിടെ പോർട്ട് ബ്ലെയറിൽ ഉണ്ടെന്നാണ് പറഞ്ഞു. അതങ്ങനെ. പിന്നെ എനിക്ക് തോന്നിയ ഒരു അത്ഭുതം, ഞാൻ ഗോവയിൽ പോയപ്പോൾ അവിടുത്തെ ചർച്ചിൻ്റെ അടുത്തായിട്ട് ഒരു ആർട്ട് ഗാലറി ഉണ്ട്. ആ ആർട്ട് ഗാലറിയിൽ ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ കേരളം എന്നുള്ള സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് കോഴിക്കോട് എന്നാണ്. കേരളം എന്നല്ല അവിടെ വാക്ക്, കോഴിക്കോട് എന്നാണ്. അതും തന്നെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഗോവയിൽ പോകുമ്പോൾ ആർട്ട് ഗാലറി പോകുമ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, അവിടെ അതല്ലേ എഴുതിയിരിക്കുന്നത് നോക്കുക. അതും തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ചരിത്ര പാരമ്പര്യത്തിനെ കുറിച്ചിട്ട്. ഇവിടെ ആരൊക്കെ വന്നിരുന്നു? 1498 നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാസ്കോഡി ഗാമ വന്നു, പോർച്ചുഗീസുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങിയ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ സൂചനകൾ പലതും ആ ആർട്ട് ഗാലറിയിൽ ഞാൻ കണ്ടു. ഒരുപാട് മ്യൂസിയങ്ങൾ കണ്ടു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എവിടെ പോയാലും നമ്മളൊരു കോഴിക്കോട്ടുകാരനാണ് അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരിയാണെന്ന് നമുക്ക് ഉറക്കെ നമുക്ക് അഭിമാനപൂർവ്വം നമുക്ക് പറയാം. കാരണം അത്രയും ചരിത്ര പാരമ്പര്യമുള്ള ഒരു കോളേജാണ്, അത്രയും ചരിത്ര പാരമ്പര്യമുള്ള ഒരു ജില്ലയാണ് ഈ കോഴിക്കോട്. ഈ കോഴിക്കോടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ചരിത്ര ഡിപ്പാർട്ട്മെന്റ്, ചരിത്ര വിഭാഗം ഉദ്ഘാടനം നടത്തുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഇത്രേ ഞാൻ പറയുന്നുള്ളൂ, കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരു സംരംഭത്തിന് മുന്നിട്ടിറങ്ങിയ ഇതിൻ്റെ അധ്യക്ഷ ശ്രീഷ്മ മിസ്സിനും ഇതിനെല്ലാ പിന്തുണ നൽകുന്ന ഇതിൻ്റെ മുകളിലിരിക്കുന്ന അമരക്കാർക്കും, കൂടാതെ ഒരു കാര്യം വിട്ടുപോകാൻ എനിക്ക് നിവൃത്തില്ല, ഒരുപാട് സഹൃദയര് യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ ഈ കോളേജിനെ നന്നാക്കി കാണാൻ ഒരുപാട് അശ്രാന്തം പരിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ആഷ്ലി സാർ അടക്കം, ഒരുപാട് സാഹിറ മിസ് അടക്കം, സീനത്ത് മിസ് അടക്കം, ബിജു സാർ അടക്കം, ബെറ്റ്സൺ, ഈ കുറേ ആൾക്കാരൊന്നും ഞാൻ അറിയില്ല, രോഹിത്, അങ്ങനെ കുറച്ച് ആൾക്കാരിലൊക്കെ ഞാൻ പരിചയമുള്ളൂ. ഞാൻ വന്നിട്ടും അധികമായിട്ടില്ല. എന്നാലും അവരോടൊക്കെ കൂടി ഒന്നുകൂടി അവരുടെ മുമ്പിൽ, ഈ കോളേജിൻ്റെ മുമ്പിൽ ഒന്നുകൂടി പ്രിൻസിപ്പൽ എന്ന നിലയിൽ നമോഭാഗം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am, for those inspiring words. Next, I welcome Dr. N.P. Ashley, Assistant Professor, St. Stephen's College, Delhi, Volunteer in Charge, Dayapuram, for the profess. Over to the screen. Good morning. Professor Muhammad Maheen, Dr. Priya Pilikoda, Sweet Sir, the teacher, Shrishma Miss, TG, colleagues from the Abram College, dear students of the Abram College and elsewhere. It's unfortunate I cannot be there today in person when such an interesting and important launch is being organized there, and I'm glad I'm able to see this and participate in it online. It's in some sense it's a winter here in Delhi. It's also the winter of humanity in some sense.
We have been through this exercise of opening up and closing down and getting scared of each other and each other's presence because we might be unwilling carriers of, uh, you know, a virus and all of that. So in this kind of a time that we've got, we are able to come together. But I wish everyone, I hope and wish everyone stays safe and takes care of health measures that are in place through the program. History course in Dayapuram is an important step in the life of Dayapuram, is how I'd like to see it. Because Dayapuram is an organization that was founded by C.T. Sir in 1984, and if you ask two important aspects of that center, one is the idea of India, and the second is the experience of Kerala. The idea of India as an egalitarian, inclusive dream, which is still in the process of getting actualized, which we try to actualize in our small little givens in Dayapuram. And the experience of Kerala as a lived experiences, our neighborhoods, our classmates, our friends, our surroundings are hugely now mediated by various other things which convert us into spectators of our own lives. So it's very important that we understand the experience of Kerala, and further, there are good things about it, bad things about it, but we understand it in its entirety. That's a very important aspect. So because of that, for both of these, understanding of history, understanding of what makes us who we are is a very important aspect. So the course is the new course in history is not just another course that we are bringing in. It's also an attempt to actualize the ideas that the Dayapuram has been standing for, has been living for the last 37 years, and further it at the ideological, at the ideational level. Now, why do we talk about the importance of history, but what does it mean in concrete terms? Basically, when something happens to us, something good happens to us, we often think that we are the first and the best. We get a rank, we do very well in the exam, we get into the best institution that we want to be part of. Something good happens, anything good happens, we immediately go into this idea that we are the best and the first. You might have, topped, got the first rank, you think this is it. But it's not, because next year there's another topper, right? Next year there are other people who are coming into it. So then you understand you're not actually the first and the best all the time. Equally importantly, something terrible happens to us. Sad things, bad things happens to us. And then we feel we are the last and the worst. We are the fallen in the group. It's actually not true. We do badly, we fail in an exam, which is also not true. We're not the worst and the last. So we're not the first and the best, nor are we the last and the worst. Is something that will hugely help us to understand ourselves socially, historically, right? And it's one thing that any psychologist would tell you, because that's important to historicize yourself, to understand yourself in connection with others, which is what history does, right? So it's in that sense, it's a very important discipline for at all points, and like I said, it's an important discipline for Dayapuram and the volunteers. I'm here also on behalf of all the academic volunteers who run the college, and we think it's very important. And we have a very classes have started, but there is an official launch now, and the official launch is quite an interesting sort of an event, as it has been formulated in consultation with all the stakeholders, because there are things to listen to, there are things to be part of, things to see, things to taste, things to see. So it's good. If I were to wish you a good day, the good day would be, let it be enriching in terms of academic knowledge, let it be engaging in terms of conversation, let it be fun in terms of all the conversations, let it be tasty in terms of the food that there is, all of that. So there's a certain way in which it's bringing a lot of things to the table,
So history often is seen as something that's there, that's far away, that's something that happens, and you read about it. It happened during the time kings were ruling. Things This happened during colonial forces were ruling. Not true, because history is something we make, and Marx famously said this: men and women make history, but not in terms that are theirs, right? But we do make it, right? So in some sense, what I want to say to the students today is that think of yourselves as historians, as chroniclers. Who's a historian? A historian is somebody who listens. A historian is somebody who then can record it and then make a concept about it. It's not data. It's how do we understand ourselves, right? How do we understand? Say, for example, there's a pandemic here, and we think, oh my God, this is terrible. It has never happened, but it's not true. It has happened a lot of times. Worse things have happened in history. In the 14th century, during Black Death, 37% of Europe and Asia died in the plague, right? This has happened. And there were quarantining in the 16th century, 17th century, and if you read histories of Galileo and all of that, or even Shakespeare, you would know people were quarantining at that time. There were pandemics earlier: the Spanish flu, the yellow fever, various kinds of epidemics and pandemics. So there's a whole history for these kinds of things, and every discipline, every virologist is able to tell us certain patterns, not because they know what COVID is, but they do know how these kinds of SARS viruses work because they've studied the history of it, right? History is pattern recognition. History is listening. History is recording truthfully. History is thinking about ourselves in a way so that we can come up with a concept about it, right? So I'm very thrilled and excited that students have put together an exhibition about Calicut, going there as a team, looking at old buildings, 14th century, 15th century buildings: Tali Temple, Mushkil Mosque, Muchundipalli, Mother of God Church, Gujarati Street, Valiyangadi. They've traveled around and thought about and talked to people there, right? So those kinds of stories, history comes to us through stories. So it's a very important time. So and you have a lot of students, I understand, have spoken to their grandmothers and all of that, and got their recipes and created a food festival, right? So history is something that allows us to understand ourselves sometimes by comparison, sometimes by contrast. But it's something that we do in a very active manner. We do in a way so that we actually are thinking about our participation in the making of our lives. Not just reading data, not just understanding some names, not just thinking of some people as monumental figures, right? History is something that historians are not grave diggers of the present. Sometimes there are histories like that. History that is used to create the grave of today. But that's not what we're talking about. We're talking about understanding from the past, understanding patterns, learning how to historicize ourselves. So in today's the entire day's programs, you're waiting to listen to Professor Maheen and Dr. Priya and Zetis and all the others. So there's a student debate on tradition and as an asset or a liability. So in all of this, we are thinking about what constitutes us and our lives. Why do we do what we do, right? So what I want to tell you is that you should, I wish all of you a very good day, a very hearty time making sense of Kozhikode, its history, and through that, what does history do to us? What do places do to us? What do cultures do to us? How do they constitute us? Remember, remember, remember. Also tell. Listen. Now that's those are the magical words for today for me. And as this discipline is getting unfurled, we have some of the eminent historians with us today, online and in person, but also as the college in charge, college volunteer in charge, and as a representative of the volunteers, I would say yes, this
discipline, we'll give all the support for getting good speakers, wonderful historians, great storytellers to the college for the benefit of our students and elsewhere, so that we start thinking about ourselves in a more constructive manner, in a more nuanced manner, in a more studied manner. So through these exercises, one of the tasks of any college, if you ask me, is to make me lose a little bit of myself and earn a little bit of you, right? And yours would be to lose a little bit of yourself and earn a little bit of the other person. And in that conversation of give and take, history is a wonderful platform. All disciplines are. History is a especially rewarding platform. So I wish you a wonderful time. Wish all the students and my colleagues a wonderful journey through history, and also hope you're able to think of the world around you through history, and give the insights of history to other people, and thus make us more ethical, more humane, more inclusive, more egalitarian people. And when that prevails through you, when that grows through you, when that works through you, the Aberdeen would have achieved its mission. And that's what the Aberdeen sees in you. That's what history sees in you. So I wish you all the best for a great day and a wonderful course. And this course, all the very best. Thank you very much. Thank you, Ashley, sir. It's a privilege to have Mr. C.T. Abdur Rahim, sir, patron Dayapuram Arts and Science College, with us today. I invite you, sir, to address the gathering. സുന്ദരമായ അനുഭവം പങ്കിടുന്ന ദയാപരം കുടുംബാംഗങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ അംഗങ്ങളായി ചേരുവാൻ വന്ന വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും നമ്മുടെ ഈ പരിപാടി വലിയ ഒരു പ്രചോദനമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി രണ്ടു വാക്ക്. അനുവദിച്ച സമയം 5 മിനിറ്റ്. അതുകൊണ്ട് തന്നെ 5 മിനിറ്റിന് മുമ്പ് തീർക്കണം എന്നാണ് മനസ്സിൽ കരുതുന്നത്. ഇവിടെ ആദ്യമായി അഭിനന്ദിക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററിയാണ്. ഇങ്ങനെയുള്ള ഒരു സങ്കല്പം, ഒരു ഭാവന നിങ്ങൾ രൂപപ്പെടുത്തി അത് വളരെ നല്ല രീതിയിൽ വളരെ മുതിർന്ന വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിർവഹിക്കാൻ നിങ്ങൾ കാണിച്ച ആത്മാർത്ഥമായ ശ്രമവും അതിന് സിദ്ധിച്ച ഭാഗ്യവും നാം വളരെ ഹൃദ്യമായ അനുഭവമായി ഓർക്കുന്നു. ചരിത്രം എന്ന സംഗതി നിശ്ചലമല്ല. ചരിത്രം കാലത്തോടൊപ്പം ജീവിതത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അത് ഏതാനും വിവരങ്ങളുടെ സഞ്ചിത രൂപമല്ല. അതുകൊണ്ട് ചരിത്ര വിദ്യാർത്ഥിനികൾ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചരിത്രത്തെ എങ്ങനെ നമ്മൾ വിലയിരുത്തണം എന്നതാണ്. കോഴിക്കോട് പോയി ഏതാനും വിദ്യാർത്ഥികൾ ചില ചരിത്ര അനുഭവങ്ങൾ നേരിട്ട് കണ്ടു എന്ന് ഞാൻ ശുഭവാർത്ത കേട്ടു. ഈ നേരിട്ട് കണ്ട അനുഭവം നിങ്ങളുടെ മനസ്സിൽ നിശ്ചലമായി നിൽക്കുകയാണോ, അതല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരാൻ പറ്റിയ വിധത്തിലുള്ള സന്ദർശനമായിരുന്നോ അത്? ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്നത് വിവരങ്ങളാണ്. ഈ വിവരങ്ങൾ നമ്മെ സ്വാധീനിക്കാത്ത നിശ്ചല ചിത്രങ്ങളായി മാറുന്നു എന്നതാണ് പലപ്പോഴും മനുഷ്യൻ്റെ തന്നെ ഏറ്റവും വലിയ ശാപം. അതുകൊണ്ട് ചരിത്ര വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും ചരിത്രം നമ്മെ ചലിപ്പിക്കണം, ചരിത്രം നമുക്ക് പാഠം നൽകണം, ചരിത്രത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ടുള്ള ഗതിയിൽ എങ്ങനെ ജീവിതത്തെ നിയന്ത്രിക്കണം എന്ന അറിവ് ലഭ്യമാവണം. ആ തരത്തിലുള്ള ഒരു അനുഭവം ദയാപുരം കോളേജിലെ കുട്ടികൾക്ക്, ചരിത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥിനികൾക്ക് നിർബന്ധമായും ലഭ്യമാവണം. അതിന്
നമ്മുടെ പ്രിൻസിപ്പൽ അടക്കം നിങ്ങളുടെ അധ്യാപികമാർ വളരെ ബോധപൂർവമായ പരിപാടികൾ സംഘടിപ്പിക്കുകയും ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് നിങ്ങൾ കണ്ട ആ കാഴ്ച, അതിനെ പറ്റിയുള്ള ചെറിയ വിവരണം എനിക്ക് കിട്ടി. എന്താണ് നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചത്? ഏതോ കാലഘട്ടത്തിൽ നടന്ന പള്ളി, അമ്പലം, ക്ഷേത്രക്കുളം, അതുപോലെ തന്നെ ദേവാലയം, പലതും ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച കണ്ട് നിങ്ങൾ മടങ്ങി വന്നു. ഈ കാഴ്ചയിൽ നിന്ന് നിങ്ങൾ എന്താണ് പുതിയ കാലഘട്ടത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന യഥാർത്ഥത്തിലുള്ള പ്രചോദനം എന്താണ് എന്ന് അങ്ങനെ രൂപപ്പെടുത്താൻ ചരിത്രത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വിവരം, സാങ്കേതികമായ വിവരങ്ങളെപ്പോലെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാകും, മുന്നോട്ട് പോവുകയില്ല. അത് നിങ്ങളുടെ ഒരു അറിവായി അവശേഷിക്കുന്നതായിരിക്കും. അതിന് ഇടവരാത്ത രീതിയിൽ അത് നിങ്ങൾ ചരിത്രത്തെ ആകമാനം സമീപിക്കണം എന്ന ഒരു സന്ദേശമാണ് എനിക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്. പിന്നെ പാറ്റേൺസ് മെസ്സേജ് എന്നാണ് ഞാൻ കണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളവും ദയാപുരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും സംബന്ധിച്ചിടത്തോളവും അത് അവരുടെ മെസ്സേജ് എന്നത് ദയാപുരമാണ്. അത് ആ ഒറ്റ വാക്കിൽ ചുരുക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മെസ്സേജ്, സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ അത് സിംബോളിക്കായിട്ട് പറയുകയാണെങ്കിൽ ദയാപുരം തന്നെയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയട്ടെ. നിങ്ങളുടെ ഈ സംരംഭം പൂർണ്ണമായും വിജയിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടും ആശംസയോടും കൂടി അവസാനിപ്പിക്കും.